കരുവന്നൂർ ബാങ്ക് തട്ടിപ്പു കേസുമായി ബന്ധപ്പെട്ട CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഇന്നലെ ED ചോദ്യം ചെയ്തിരുന്നു. CPM ജില്ലാ കമ്മിറ്റിക്ക് സമീപത്തായുള്ള തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ CPM ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ട് ഉണ്ട്. 1998 തുടങ്ങി ഈ അക്കൗണ്ടിൽ 5 കോടി 10 ലക്ഷം രൂപയാണുള്ളത്. കഴിഞ്ഞ ഏപ്രിൽ 2-ന് ഈ അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപ പിൻവലിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദായനികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. തുടർന്നാണ് ആദായനികുതി വകുപ്പ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചതെന്നാണ് വിവരം. CPM നൽകിയ ആദായനികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിനു പുറമെ ഇടപാടുകളും ആദായനികുതി വകുപ്പ് മരവിപ്പിച്ചു. ഇത് സംബന്ധിച്ച് ബാങ്ക് അധികൃതർക്ക് കത്ത് നൽകുകയും ചെയ്തു. അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച 1 കോടി രൂപ ചെലവഴിക്കരുതെന്നും CPM ജില്ലാ കമ്മിറ്റിക്ക് ആദായനികുതി വകുപ്പ് നിർദ്ദേശം നൽകി. അക്കൗണ്ടിലുള്ള പണത്തിന്റെ സാമ്പത്തിക സ്രോതസ് വ്യക്തമാക്കണമെന്നും ആദായനികുതി വകുപ്പ് നിർദ്ദേശം നൽകി. ഇക്കാര്യം ചാർട്ടേഡ് അക്കൗണ്ടന്റുമായി സംസാരിച്ചതിന് ശേഷം മറുപടി നൽകാമെന്നാണ് CPM തൃശൂർ ജില്ലാ നേതൃത്വം ആദായനികുതി വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഒന്നും ഒളിപ്പിക്കാനില്ലെന്നാണ് MM വർഗീസിന്റെ പ്രതികരണം. CPMനെ സംബന്ധിച്ച് ഒന്നും മറച്ചു വയ്ക്കാനില്ല, ഒന്നുമില്ല. അതായത് കൃത്യമായിട്ടുള്ള നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടി, അതിന്റെ അക്കൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. നടപടി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. കേരളത്തിൽ LDFന് വ്യക്തമായ മുൻതൂക്കമുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൗണ്ടുണ്ട്. ബാങ്ക് ഇടപാടുകളെല്ലാം നിയമം പാലിച്ചാണ് നടന്നതെന്നും MM വർഗീസ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.